ഈ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നോ? പ്രണയമല്ല, ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. എൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. ഓ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആയപ്പോൾ ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചതാണ്. ഒറ്റപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഒരു 2018-19 ടൈമിലാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. ഞാനൊരു ഒറ്റപ്പെട്ട ടൈം എന്ന് പറയുന്നത് 2017-18 ടൈമിലാണ്. അതുവരെ ഞാനൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വേറെ ജോബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഫാമിലിയിൽ മോനെയൊക്കെ നോക്കി അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടുന്ന് എനിക്ക് എൻ്റെ മോനുമായിട്ട് പുറം ലോകത്തോട്ട് വരേണ്ടി വന്നു. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിക്കണമല്ലോ. നമുക്ക് ആയിരിക്കത്തില്ല, ഒരിക്കലും അല്ല. അതുവരെ നമ്മൾ ഡിപ്പെൻഡബിൾ ആണ്, ഒരാളിൽ ഡിപ്പെൻഡബിൾ ആണ്. അവിടുന്ന് ആ ആളിൽ നിന്ന് നമ്മൾ ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ നമ്മൾ പിന്നെ അച്ഛൻ്റെയോ, എനിക്ക് അന്ന് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. എൻ്റെ മോന് ഒരു 4-5 മാസമായപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മ, ബ്രദറ്, സിസ്റ്റർ, ഞാൻ, അങ്ങനെയാണുള്ളത്. പിന്നെ മോന്. എപ്പോഴും ഞാൻ അന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം, നമുക്ക് വേറെ ഈ ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ചെറിയ പ്രായത്തിലുള്ള മാരേജ്, അത് കഴിയുമ്പോൾ വേറെ പുറലോകമായിട്ടൊന്നും ബന്ധം ഇല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, അയ്യോ അച്ഛയില്ല, ഞാനപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊരു ഭാരമാവോ, എൻ്റെ ബ്രദറിനൊരു ഭാരമാവോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്നാണ് 12 വർഷത്തിന് ശേഷം ഇറങ്ങി നടന്നു. പിന്നെ ഒറ്റയ്ക്ക് മോനെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഓരോരോ ജോബ് കണ്ടെത്തി.